ദൈവരാജ്യം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊരുമിച്ച് ദൈവവചനം ഷെയർ ചെയ്യുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. തിരുവചനം വായിക്കുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ട വക തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവൻ സുബോധം വന്നിട്ട്, എൻ്റെ അപ്പന് എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു പിതാവിൻ്റെ 2 ആൺമക്കളുടെ ചരിത്രമാണ്. നമ്മളെല്ലാവരും മക്കളെ വളർത്തുന്നവരാണ്. കാലോ വളരുന്നത് കയ്യോ വളരുന്നത് എന്ന് നോക്കി നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ആ മക്കൾ പ്രായമാകുമ്പോൾ എത്ര സ്വാതന്ത്ര്യത്തോടെ വളരുന്ന വീട്ടിലും മക്കൾ സ്വാതന്ത്ര്യം പോരാ എന്ന് തോന്നും. ഇവിടെ ഉണ്ടായ വിഷയമെന്ന് പറയുന്നത്, ഒരു ഇളയ മകന് ഒരു ആഗ്രഹം തോന്നി. അപ്പൻ്റെ ഭവനത്തിൽ ധാരാളം നന്മകളൊക്കെ ഉണ്ടെങ്കിലും ഇത് അനുഭവിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യക്കുറവ് തോന്നി. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കൂട്ടുകാരോടൊത്തുള്ള ജീവിതത്തിൽ അവൻ്റെ ആഗ്രഹിക്കുന്ന രീതിയിൽ അപ്പന് കീഴടങ്ങി ജീവിക്കുവാനുള്ള മനോഭാവം അവനില്ല. അപ്പനെ കീഴടങ്ങുക, അപ്പനെ ബഹുമാനിക്കുക, അമ്മയെ ബഹുമാനിക്കുക, അവരെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലൊരു പ്രയാസമായി അവൻ കണ്ടു. അതുകൊണ്ട് അവൻ മനസ്സിലാക്കി, എനിക്ക് ഇത്രത്തോളം സ്വത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, എനിക്ക് പ്രായമായി പ്രാപ്തിയായി, എനിക്കുള്ളത് ഇങ്ങ് കിട്ടിയാൽ എനിക്കത് വേണ്ട പോലെ ഇതിലും അപ്പൻ്റെ ഭവനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലവണ്ണം ജീവിക്കാമല്ലോ എന്ന ആ ബോധ്യം, ആ ചിന്ത അവനെ അപ്പനിൽ നിന്ന് വേർപെടുത്തുവാൻ ഇടയായിത്തീർന്നു. അവൻ അപ്പനോട് പറയുന്ന വചനം ഇങ്ങനെയാണ്. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. മക്കളെല്ലാം പ്രായമായി കഴിയുമ്പോൾ അവർക്ക് ഓഹരി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട വസ്തുവകകൾ വീതം വെച്ച് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾ സാധാരണയായി ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ആ പക്വതയും പ്രായവും എത്തുന്നതിന് മുമ്പ് ഒരു മാതാപിതാക്കളും അവരെ വേറിട്ട് വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരതിനുള്ളതായ സ്റ്റേജിലേക്ക് എത്തുന്നിടം വരെയും ആ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും പരിപാലനത്തിലും അവർ വളരണമെന്നും അവരതിന് പ്രാപ്തിയാകുമ്പോൾ അവരെ വീണ്ടും വിടുവാൻ ഈ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ കഴിയും. പക്ഷേ ഇന്നത്തെ തലമുറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലർക്കും ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം സുഖങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ഇതിനപ്പുറത്ത് എന്തെല്ലോ ഉണ്ട്, അതെല്ലാം പ്രാപിക്കണമെന്നുള്ള ഒരാഗ്രഹം, അതിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ആഗ്രഹം ഈ ആധുനിക യുഗം വളർന്നു വന്നപ്പോൾ നമ്മൾക്ക് TV-യായി, ഇൻ്റർനെറ്റായി, പലവിധമായ ബന്ധങ്ങളായി, മൊബൈൽ ഫോണുകളായി ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേക യൗവനക്കാരായ മക്കൾ നശിച്ചു പോകുന്നത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയും. നിസ്സാരം ഒരു മൊബൈൽ ഫോൺ കൊണ്ട് വരുത്തി വെക്കുന്ന വിനകൾ എത്രമാത്രമാണെന്ന് ഓരോ ദിവസവും നമ്മൾ വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. എന്താണ് ജീവിത സൗകര്യം കൂടി മൊബൈൽ ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല. മൊബൈൽ ഫോൺ അത് യൂസ് ചെയ്യേണ്ടതുപോലെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല, എന്നാൽ പലപ്പോഴും അത് വലിയ അപകടത്തിലേക്ക് പോയി വീഴുവാൻ തക്ക ഇടയായിത്തീരുന്നു. എന്നാൽ ടിവിയും ഇൻ്റർനെറ്റ് കാര്യങ്ങളുമൊക്കെ മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ ഇത് വേണ്ട വിധത്തിലല്ലാതെ യൂസ് ചെയ്യുന്നത് മുഖാന്തരം അനേക തലമുറകൾ, അനേക യൗവനക്കാർ നാശത്തിലേക്ക് പോയി വീഴുന്ന
കാഴ്ച നാം ഇന്ന് കണ്ടുകൊണ്ടു അനേകം മാതാപിതാക്കൾ അത് മുഖാന്തരം മക്കളെ ചൊല്ലി വേദന അനുഭവിക്കുന്നതും നാം കാണുവാനിടയായിത്തീരും. ഈ മകനും സംഭവിച്ചത് അതാണ്. മൂത്ത മകനും ഇളയ മകനും. അതിൽ ഇളയ മകനാണ് ഇങ്ങനൊരു ചിന്ത കയറിയത്, എനിക്ക് തരുവാനുള്ള വസ്തുവക തരിക എന്ന് പറഞ്ഞു. അപ്പൻ ഒട്ടും മടിച്ചില്ല. തൻ്റെ മകൻ്റെ ആഗ്രഹമല്ലേ, എൻ്റെ പൊന്നോ അമ്മനെ ചോദിച്ചതല്ലേ, എന്നാൽ കൊടുത്തു കളയാമെന്ന് വിചാരിച്ച് അപ്പൻ ആദ്യം പറഞ്ഞു കാണും, മകനെ നീ എൻ്റെ ഭവനം വിട്ടു പോകേണ്ട ആവശ്യമില്ല, നിനക്കിവിടെ എന്തിനാണ് കുറവെന്നൊക്കെ ചോദിച്ചു കാണും. പക്ഷേ ഇതൊന്നും ആ മകൻ സമ്മതിക്കാതെ തനിക്കുള്ളതെല്ലാം സ്വരൂപിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരദേശത്ത് അവൻ പോയി. അവന് ധാരാളം പണമുണ്ട്, സ്വാധീനമുണ്ട്, കഴിവുണ്ട്. ഈ പണം ഉണ്ടായപ്പോൾ അവൻ്റെ വസ്തുവകയെല്ലാം വിറ്റ് സ്വരൂപിച്ചപ്പോൾ അവന് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അവരുമായി അവൻ ദൂരദേശത്ത് അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, സഹോദരൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ, സഹോദരിമാരുടെ, തൻ്റെ കൂട്ടക്കാരുടെ എല്ലാം സാന്നിധ്യം വിട്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരദേശത്ത് കടന്നു ചെന്നപ്പോൾ അവൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ധാരാളം കൂട്ടുകാരെ അവന് കിട്ടി. തനിക്കുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം കൂട്ടുകാരുമായി, ചങ്ങാതിമാരുമായി അവൻ ചിലവിട്ടു. അവൻ മോശമായ വഴികളിൽ ജീവിച്ചു. മദ്യപാനത്തിൻ്റെ അടിമയായി തീർന്നു, മയക്കുമരുന്നിൻ്റെ അടിമയായി തീർന്നു. അതുമാത്രമല്ല, അവൻ ധാർമ്മികമായി അധംപതിച്ച് വേശ്യകളോടുകൂടെ തൻ്റെ ജീവിതം കഴിച്ച് അവൻ്റെ ജീവിതം തന്നെ അവൻ തുലയ്ക്കുവാൻ തക്കവണ്ണം തീർന്നു. എന്നാൽ ഈ ജീവിതത്തിൽ ഇന്ന് ധാർമ്മിക ജീവിതത്തിൽ അധംപതിച്ച് നമ്മൾ ഇന്ന് അനേക പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. എയ്ഡ്സ് മുതലായ മാരക രോഗങ്ങൾ പിടിക്കപ്പെട്ടവരായി, സമൂഹത്താൽ വെറുക്കപ്പെട്ടവരായി, നിരാശയുടെ പടുകുഴിയിൽ കഴിയുന്ന എത്രയെത്ര ജീവിതങ്ങളുണ്ട്. എത്രയെത്ര മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും, എത്ര ജീവിതങ്ങളെ മുന്നറിയിപ്പായി കണ്ടിട്ടും ഈ മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ല. ഈ എയ്ഡ്സിന് അടിമയായി തീരുന്നത് എന്തുകൊണ്ടാണെന്നും, എന്നാൽ ഈ ജീവിതത്തിൽ എൻ്റെ ജീവിതം നരകതുല്യമായി തീരാതെ വണ്ണം എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കണമെന്നുള്ള കാര്യം ഈ മനുഷ്യർ യൗവന മോഹങ്ങളിൽ ഓടുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മദ്യത്തിലേക്ക് കടന്നു പോകുന്ന ജീവിതങ്ങൾ, അല്പനേരത്തെ സന്തോഷത്തിനു വേണ്ടി കൂട്ടുകാരുമൊത്തിച്ച് മദ്യപിക്കുന്നു. നാളുകൾ കഴിയുമ്പോഴേക്കും അവർ മദ്യത്തിൻ്റെ അടിമകളായിത്തീരുന്നു. അതിൽ നിന്ന് അവർക്ക് മോചനം പ്രാപിക്കാതെ അവർ നിലവിളിക്കുന്നു. എന്നാൽ അത് മുഖാന്തരം ആ പീഡ അനുഭവിക്കുന്നത് അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ എത്രമാത്രം നിന്ദയും കഷ്ടതയും വേദനയും നെടുവീർപ്പും അനുഭവിക്കുന്നുവെന്ന് ഈ മദ്യത്തിന് അടിമയായ മനുഷ്യർ ചിന്തിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനുഷ്യന് സംഭവിച്ചത് അങ്ങനെയാണ്. തനിക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോൾ തനിക്കെന്തും ചെയ്യാമെന്നുള്ള ആ ധാരണയാണ് ആ മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഇതെല്ലാം പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി. ഈ ലോകത്ത് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾക്ക് സമ്പത്തുണ്ടോ, നമ്മൾക്ക് പിടിപാടുകളുണ്ടോ, നമ്മൾക്ക് ഇഷ്ടം പോലെ സ്നേഹിതരെ കിട്ടും. എന്നാൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് ചോർന്നു പോകുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ട് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പട്ടണത്തിലെ ഒരു പ്രമാണിയെ ചെന്ന് കണ്ട് തനിക്കൊരു ജോലി അപേക്ഷിച്ചു. എന്നാൽ കിട്ടിയതോ പന്നിയെ മേയ്ക്കുന്ന ജോലി. ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും മോശമായ ഒരു ജോലിയാണ് ആ മനുഷ്യന് കിട്ടിയത്. തൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേക വേലക്കാർ വേല ചെയ്യുന്നു, അവർ സുഭിക്ഷമായി ജീവിക്കുന്നു. എന്നാൽ ഈ മനുഷ്യന് പന്നിയെ മേയ്ക്കുന്ന ജോലി കിട്ടി. എന്നാൽ അവിടെ ഭയങ്കര കഠിനമായ ക്ഷാമം വന്നു. ആ കഠിന ക്ഷാമത്തിൽ ഈ മനുഷ്യന് കിട്ടിയത് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ വണ്ണം പന്നിക്ക് കൊടുക്കുന്ന വാളവര തിന്നുവാൻ ആ മനുഷ്യൻ ആഗ്രഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പൻ്റെ ഭവനം വിട്ടുപോയ, ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയ, തൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോയ മനുഷ്യൻ്റെ അവസ്ഥ ഇന്ന് നോക്കണമേ. എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, നല്ല ഹൈ ലെവൽ ഹോട്ടലുകളിലും ബാറുകളിലും കയറി ഇറങ്ങി ഇഷ്ടം പോലെ സുഖിച്ച് നടന്നു. ഇന്നിതാ പന്നികളുടെ കൂട്ടത്തിൽ അവൻ കിടക്കുന്നു. അവൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, അവൻ അപ്പൻ്റെ വീട്ടിലായിരുന്ന അനുഭവവും ഇപ്പോൾ അവൻ ഇറങ്ങി വന്നിരിക്കുന്ന ഈ പന്നിക്കൂട്ടത്തിൻ്റെ അനുഭവവും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, പന്നികളുടെ കൂട്ടത്തിൽ അതിനെ നാറ്റമടിച്ച് ചേറടിച്ച് അതിനെ